ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ സർക്കാരിനും SITക്കും തിരിച്ചടി. തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ജാമ്യം റദ്ദാക്കണമെന്ന SIT ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളുകയും ചെയ്തു. അതിനിടെ എല്ലാ വഴിപാട് രേഖകളും സമർപ്പിക്കാൻ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ചും നിർദ്ദേശം നൽകി. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കാനാകില്ലെന്ന ഹൈക്കോടതി ഉത്തരവ് SITക്കും സർക്കാരിനും തിരിച്ചടിയായി. ജാമ്യം റദ്ദാക്കണമെന്ന SIT ആവശ്യം തള്ളിയ ഹൈക്കോടതി പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിനെതിരായ വിജിലൻസ് കോടതി പരാമർശങ്ങൾ നീക്കം ചെയ്തു. കേസിൽ തന്ത്രിക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകളില്ല എന്നതടക്കമുള്ള നിരീക്ഷണങ്ങളാണ് നീക്കിയത്. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമേ തന്ത്രിക്ക് ഇടപെടാൻ സാധിക്കൂ. ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികളുടെ അടക്കം ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ്. അതേസമയം ഗൂഢാലോചന നടന്നിട്ടില്ലെന്നുമായിരുന്നു കൊല്ലത്തെ വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ. വിജിലൻസ് കോടതിയുടെ ഈ കണ്ടെത്തലുകൾ തിരിച്ചടിയായെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നീക്കം ചെയ്യാനും തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കാനുമായി സർക്കാർ അപ്പീൽ സമർപ്പിച്ചത്. അതിനിടെ അഷ്ടാഭിഷേകം, മഹാനിവേദ്യം, ഗണപതി ഹോമം തുടങ്ങി എല്ലാ വഴിപാട് രേഖകളും സമർപ്പിക്കാൻ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ചും നിർദ്ദേശം നൽകി. കഴിഞ്ഞ 10 വർഷത്തെ മുഴുവൻ വഴിപാട് രേഖകളും ഹാജരാക്കണം. വഴിപാട് സാധനങ്ങൾ വിതരണം ചെയ്ത സുനിൽകുമാർ ഉൾപ്പെടെയുള്ള സ്പോൺസർമാരുടെ വിവരങ്ങളും വേണമെന്നും ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. വഴിപാട് സാധനങ്ങളുടെ ഇടപാടിൽ ഓഡിറ്റ് വകുപ്പ് സ്വതന്ത്ര അന്വേഷണം നടത്താനും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. ജനം, കൊച്ചി.